കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്കിന്ന് ഒരാണ്ട്. വിവിധ തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിനെ നാട് ഓർക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഉമ്മൻചാണ്ടി ഇപ്പോഴും നികത്താനാകാത്ത വിടവാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ടോം കുര്യാക്കോസും ശരണ്യ സ്നേഹജനുമാണ് ചേരുന്നത്. ടോം, ഈ മരണസമയത്ത് നമ്മൾ കണ്ട ഒരു ജനപ്രവാഹമുണ്ട്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അപൂർവ കാഴ്ചകളിൽ ഒന്നായിരുന്നുവെങ്കിൽ അതിനുശേഷവും ആ ജനപ്രവാഹം അദ്ദേഹത്തിൻ്റെ കല്ലറയിലേക്ക് തുടരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഓർമ്മകൾക്കൊരാണ്ട് തികയുമ്പോൾ എന്താണ് പുതുപ്പള്ളിയിലെ അന്തരീക്ഷം? അഭിലാഷ്, ഒരു വർഷം മുൻപ് നമ്മൾ എന്താണോ കണ്ടത് അതേ കാഴ്ച തന്നെയാണ് ഇപ്പോൾ പുതുപ്പള്ളി പള്ളിയിൽ നിന്നും നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ കഴിയുന്നത്. കാരണം അന്ന് ഉമ്മൻചാണ്ടിയുടെ മരണശേഷം കേരളത്തില് ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്നവർ, കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, കേരളത്തിന്റെ നാനാ തുറകളിലുള്ള ആളുകളുടെ ഒരു വലിയ ജനപ്രവാഹമായിരുന്നു ഇവിടേക്കെങ്കിൽ സമാനമായ കാഴ്ച, അതായത് രാവിലെ മുതൽ തന്നെ രാവിലെ 7 മണിക്കായിരുന്നു ഉമ്മൻചാണ്ടി അനുസ്മരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകൾ പുതുപ്പള്ളി പള്ളിയിൽ നടന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ കബറിടത്തിലും ഈ പ്രാർത്ഥനാ ശുശ്രൂഷകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം രാവിലെ 11 മണിക്കാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. രാവിലെ മുതൽ തന്നെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരും, ഉമ്മൻചാണ്ടിക്കൊപ്പം പ്രവർത്തിച്ചു വന്നവർ ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും മുൻ UDF കൺവീനറും ആയിരുന്ന ബെന്നി ബെഹനാൻ MP ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയും ഏറ്റവും വ്യക്തിബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്, ഒരു നേതാവാണ് താങ്കൾ. ഉമ്മൻചാണ്ടി, ഒരു വർഷം ഉമ്മൻചാണ്ടി ഇല്ലാത്തൊരു കേരള രാഷ്ട്രീയത്തെ താങ്കൾ എങ്ങനെയാവും? ഉമ്മൻചാണ്ടി നമ്മളിൽ നിന്നും വേർവിട്ടിട്ട് 1 വർഷമായി. പക്ഷെ അത് ഭൌതികമായൊരു വേർപാട് മാത്രമായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളിലൂടെ ഒന്നും ഉമ്മൻചാണ്ടി ഇന്ന് മനസ്സിലുണ്ട്. എന്റെ ഹൃദയത്തിൽ വെളിച്ചം പകരാൻ ഒരു ദർശനമായാണ് ഉമ്മൻചാണ്ടി നിൽക്കുന്നത്. ആ ഓർമ്മകളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അദ്ദേഹം ഒരു നേതാവ് മാത്രമായിരുന്നില്ല, അദ്ദേഹം ഒരു സഹോദരനായിരുന്നു. അദ്ദേഹം ഒരു ആത്മവിശ്വാസമായിരുന്നു. തന്നോട് തന്റെ അടുത്ത് വരുന്ന മുഴുവൻ ആളുകളുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അവർക്ക് സ്വാതന്ത്ര്യവും ആശ്വാസവും നൽകിയ ഒരു നേതാവ് ഉമ്മൻചാണ്ടി മാത്രമേ. ഉമ്മൻചാണ്ടിയെ കണ്ടുപോകുന്ന ആളുകൾ ജീവിതത്തിന്റെ ഊർജ്ജവുമായിട്ടാണ് തിരിച്ചു പോകുന്നത്. മത്സ്യങ്ങൾ വെള്ളത്തിൽ നടക്കുന്നത് പോലെയാണ് ഉമ്മൻചാണ്ടി ജനക്കൂട്ടത്തിൽ നടന്നത്. അവിടെ നിന്നും ജീവവായു എടുക്കുന്നു, അവിടെ നിന്ന് ഊർജ്ജമെടുക്കുന്നു, അവിടെ നിന്ന് ജീവിതത്തെ കണ്ടെത്തുന്നു. അതായിരുന്നു ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടിയുടെ ഒരു വേർപാട് കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വിടവ് വളരെ വലുതാണ്. അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല. ഇന്നും ആളുകൾ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ മനസ്സിൽ പറയുന്നത് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നുവെങ്കിൽ. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ആളുകൾ പറയുന്നത് അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിലാണ്. ഒരു മരണമുണ്ടായാൽ, ഒരു കല്യാണമുണ്ടായാൽ ആളുകൾ പറയുന്നത് ഉമ്മൻചാണ്ടിയെക്കുറിച്ചിട്ടാണ്. അത്രമാത്രം ജനഹൃദയങ്ങൾ അലിഞ്ഞു കണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടി എന്നും ജീവിക്കുന്നു, മരണമില്ലാതെ മനസ്സിൽ എന്നും ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ് ഉമ്മൻചാണ്ടി. ഈ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം എനിക്ക് തോന്നുന്നു അദ്ദേഹം ആരാണെന്ന് അതിന്റെ വലിപ്പം കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് മരണശേഷമാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ വേണ്ട രീതിയിൽ അദ്ദേഹത്തിന് ഒരു ആദരവ് കൊടുത്തോ? അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്മാരകം പോലും നിർമ്മിക്കാൻ ഇതുവരെ 1 വർഷമായിട്ട് തയ്യാറായിട്ടില്ല. സ്മാരകത്തിൽ വിശ്വാസമുള്ളയാളല്ല ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിന്റെ സ്മാരകം ജനഹൃദയങ്ങളിലാണ്. പക്ഷെ കാണുന്നത് ഉമ്മൻചാണ്ടിയെ ചില ആളുകൾ തമസ്കരിക്കുന്നുണ്ട്. ആ തമസ്കരണത്തിലൂടെ ഉമ്മൻചാണ്ടി വലുതാകുകയാണ്. ഉദാഹരണത്തിന് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ബഹുമാനായ ശ്രീ പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിച്ചില്ല. അവിടെ പരാമർശിക്കപ്പെട്ട പേരിനേക്കാൾ പിറ്റേ ദിവസം വാർത്താമാധ്യമങ്ങളിൽ വന്ന പേര് ശ്രീ ഉമ്മൻചാണ്ടിയുടേതാണ്. തമസ്കരിച്ചാൽ ഉമ്മൻചാണ്ടി കൂടുതൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ്. പിന്നെ ഉമ്മൻചാണ്ടിയുടെ സ്മാരകത്തെക്കുറിച്ച് പറഞ്ഞാൽ സ്മാരകം ആളുകളുടെ ഓർമ്മ നിലനിർത്താനും ആളുകളുടെ സംഭാവനയെ വിലയിരുത്തിക്കൊണ്ടാണ് സ്മാരകങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ പേരാണ് വിഴിഞ്ഞം തുറമുഖത്തിനിടേണ്ടത്. അദ്ദേഹത്തിന്റെ പേര് ഭയക്കുന്നുണ്ടോ? ശ്രീ കരുണാകരന്റെ പേരാണ് കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിനിടുന്നത്. ഇതെല്ലാം ഇടേണ്ടതാണ്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്മാരകത്തിൽ നിന്ന് ഇവർക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് സ്മരണകളിലൂടെ ഇവരെന്ന് ഓർത്തിരിക്കും. അല്ല, ഈ ഉമ്മൻചാണ്ടി പേരിനെ പോലും ഭയക്കുന്നുണ്ടോ? ഉമ്മൻചാണ്ടിയുടെ ചില ആളുകളെ പേര് പറയാതിരിക്കുന്നത് ആ പേരിനെ ഭയക്കുന്നതുകൊണ്ടാണ്. ആ പേര് പറയുമ്പോൾ ആ പേരിലൂടെ ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു പ്രതികരണം, ഒരു സ്നേഹം, ഒരു വാത്സല്യം, അതിനെ ചില ആളുകൾ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഭയപ്പെടുന്നവരാണ് ഉമ്മൻചാണ്ടിയുടെ പേര് പറയാത്തവർ. ഉമ്മൻചാണ്ടിയുടെ പേര് പറയുമ്പോൾ ഉണ്ടാകുന്ന ജനങ്ങളുടെ ആ ഒരു താല്പര്യത്തിൽ നിന്നും അതിന്റെ ഒരു ഊഷ്മളത ഉൾക്കൊള്ളുന്ന, വൈകാരികത ഉൾക്കൊള്ളുന്ന ആളുകൾ എപ്പോഴും ഉമ്മൻചാണ്ടിയുടെ പേര് പറയും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ,
പേര് പറയാതിരിക്കുന്ന വ്യക്തികളെക്കാൾ കൂടുതൽ പറയപ്പെടാത്ത പേരിന്റെ ഉമ്മൻചാണ്ടി ഓർമ്മപ്പെടുകയാണ്. അതൊരു എവിടെയാണോ ഏത് വേദിയിലാണ് ഉമ്മൻചാണ്ടിയുടെ പേര് പറയാതിരിക്കുന്നത് അവിടെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേര് ഉമ്മൻചാണ്ടിയുടേതാണ്. കെ മുരളീധരൻ പറഞ്ഞു UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വിഴിഞ്ഞത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകുന്ന അങ്ങനെ ഒരു ആവശ്യം കോൺഗ്രസ് മുന്നിൽ. ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിപ്പോ വിഴിഞ്ഞത്ത് പേരിടുന്ന കാര്യം കോൺഗ്രസ് പാർട്ടിയും UDF കൂടി തീരുമാനിക്കേണ്ടതാണ്. നേരത്തെ കോൺഗ്രസ് പാർട്ടിയും UDF തീരുമാനിച്ചിരുന്നു ശ്രീ കരുണാകരന്റെ പേര് അന്തർദേശീയ വിമാനത്താവളത്തിൽ കൊച്ചി. പക്ഷെ പേര് വിമാനത്താവളത്തിനും അതുപോലെ തന്നെ തുറമുഖത്തിനും പേരിടേണ്ടത് സംസ്ഥാന ഗവൺമെന്റ് മാത്രമല്ല, അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി അധികാരം വേണം. ആ കേന്ദ്ര ഗവൺമെന്റ് അധികാരം ഈ രണ്ട് ഇവിടെ ഉമ്മൻചാണ്ടിയുടെ പേര് വിഴിഞ്ഞിട്ടുണ്ടോന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് കിട്ടണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് സഹായിക്കണം. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDFനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു നിർദ്ദേശം മുന്നോട്ട് വരും. വ്യക്തമാണ്. എന്തായാലും ബെന്നി ബെഹനാൻ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഉമ്മൻചാണ്ടിക്കൊപ്പം പ്രവർത്തിച്ച അല്ലെങ്കിൽ എ ഗ്രൂപ്പിന്റെ തന്നെ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്ന വ്യക്തിയാണ് കെ മുരളീധരൻ. ബെന്നി ബെഹനാൻ എന്ന കാര്യത്തിൽ നമുക്ക് വളരെ വ്യക്തമായി എല്ലാവർക്കും പൊതുരംഗത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ നിരവധി കോൺഗ്രസ് നേതാക്കന്മാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കാരണം 11 മണിക്കാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ നിരവധി കോൺഗ്രസ് നേതാക്കന്മാർ, MPമാർ, MLAമാർ ഉൾപ്പെടെ ബെന്നി ബെഹനാൻ, ആന്റോ ആന്റണി, ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള MLAമാർ, MPമാരുണ്ട്. ശ്രീ ഷാഫി പറമ്പിൽ KSU കാലഘട്ടം മുതൽ ഉമ്മൻചാണ്ടിയുടെ ഒരു അനുയായിയായി, ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസ്ത പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായി അറിയപ്പെടുന്നു. ഇന്നും ഒരു പരിധിവരെ ഉമ്മൻചാണ്ടി ഒരു സ്കൂൾ ഓഫ് പൊളിറ്റിക്സിൽ നിന്ന് വളർന്നു വന്ന ഉമ്മൻചാണ്ടിയെ പോലെ ഏറ്റവും ഒരു ജനങ്ങളെ ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ് ഷാഫി പറമ്പിൽ. താങ്കളുടെ വ്യക്തി ജീവിതത്തിൽ ഉമ്മൻചാണ്ടി എത്രത്തോളം സ്വാധീനിച്ചിട്ടില്ല? ഉമ്മൻചാണ്ടിയെ പോലെ ആരെയും ജനങ്ങൾ ഏറ്റെടുത്തിട്ടില്ല. അതിന് മുമ്പും ഏറ്റെടുത്തിട്ടില്ല, ഇതിന് ശേഷവും ഏറ്റെടുക്കില്ല. അദ്ദേഹമായിട്ട് ആർക്കും ഒരു താരതമ്യമില്ല. കാരണം ഒരു ആവശ്യങ്ങൾ വരുമ്പോഴോ ഒരു പദവിയിലിരിക്കുമ്പോഴോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുമ്പോൾ മാത്രം ജനങ്ങൾ ഓർത്തിരുന്ന ഒരാളല്ലല്ലോ. രാവും പകലും ഇല്ലാതെ ജീവിതം മുഴുവൻ ജനങ്ങൾ എന്ന് പറഞ്ഞ് നീക്കി വെച്ച ഒരാളല്ല. പക്ഷെ ഉമ്മൻചാണ്ടി ഇപ്പോൾ ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ പൊതുവെ ഈ കോൺഗ്രസ് നേതാക്കൾ, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ? അതങ്ങനെ നടന്നാലും ആ ആഗ്രഹവും നടപ്പിലാവില്ല. അത് അങ്ങനെ അതൊരു ലൈഫ് തന്നെ പരിപൂർണമായി കമ്മിറ്റഡ് ആക്കുന്ന, ശരിക്കും ഒരു മുഴുവനായിട്ട് ഒഴിഞ്ഞു വെക്കാന്നൊക്കെ പറഞ്ഞാൽ പിന്നെ തികയാതെ വരും. അപ്പം നമുക്ക് ആഗ്രഹം എന്താ, ആ വഴി കൂടെ നടക്കണം എന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ ആഗ്രഹം. ഈ ഒരു വർഷം എങ്ങനെയാ? കാരണം ഈ ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു വർഷം, 2 തെരഞ്ഞെടുപ്പിന്, ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ 2 തെരഞ്ഞെടുപ്പിന് നേരിട്ടു. ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു കേരള രാഷ്ട്രീയത്തെ അത് എങ്ങനെ നിങ്ങൾ കാണുന്നത്? അതില് വ്യക്തിപരമായി പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഓരോ സംഘടനക്ക് അകത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പോ പുറത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പോ അസംബ്ലി തെരഞ്ഞെടുപ്പ്, ഇതുവരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും നമ്മുടെ പിന്നെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, നമ്മുടെ പോയിന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ധൈര്യവും ആത്മവിശ്വാസവും ആശങ്കകൾ പങ്കുവെക്കുന്ന ഇടമൊക്കെ ഈ ഒരു പേരാണ്. അതില്ലാതെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വരികയായിരുന്നു. അപ്പൊ ആ തീരുമാനമെടുക്കുന്ന പിന്നെ പോയിന്റ് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളിലും സാറിന്റെ അഭാവം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം സാറ് കൺവെൻഷനാണ്, സാറ് വരണം, സാറ് നോമിനേഷന്റെ ഡേറ്റാണ്, സാർ ഇവിടെ ഇങ്ങനെ നമ്മൾ ചെയ്യാത്ത പല കാര്യങ്ങളുടെയും പേരിലുള്ള വലിയ വേട്ടയാടൽ നടക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ആരാ നമ്മൾ ആശ്വസിപ്പിക്കുക? ആരാശ്വസിപ്പിച്ചാലും നമുക്ക് ശരിക്കും ഒരു ആശ്വാസമാവുക. സാറ് പിന്നെ എക്സിറ്റ് പോളിൽ ഇങ്ങനെ പറയുന്നു, സർവേയിൽ തോക്കുമെന്ന് പറയുന്നു, അല്ലെങ്കിൽ സാറ് കൗണ്ടിങ് നാളെയാണ്, അല്ലെങ്കിൽ സാർ ജയിച്ചു, സാർ ഇത്ര ഭൂരിപക്ഷമുണ്ട്, സാർ സത്യപ്രതിജ്ഞ, സാർ പാർലമെന്റിൽ ആദ്യത്തെ ദിവസം, ഇതൊക്കെ പറയേണ്ടത് ഇവിടെയല്ലേ? അത് ഇനിയിപ്പോ ഒരു വർഷം ആയതുകൊണ്ട് മാത്രമല്ല, അത് വർഷം എത്രയാണെങ്കിലും പിന്നെ ആ ഒരു കുറവ് അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷെ പല കോൺഗ്രസ് നേതാക്കന്മാരും വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. സർക്കാർ വേണ്ട രീതിയിൽ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഒരു സ്മാരകം നിർമ്മിച്ചില്ല, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഓർക്കുന്നില്ല, ഉമ്മൻചാണ്ടിയുടെ പേര് പോലും എതിരാളികൾ ഭയക്കുന്നുണ്ട്. അതിന്റെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഒന്ന് ഇപ്പൊ വിഴിഞ്ഞം പോലത്തെ ഒരു പദ്ധതിയിൽ മുഖ്യമന്ത്രി സംസാരിക്കുക, അതൊരു മാനസിക വലുപ്പം വേണം. അതിനൊരു മാനസിക വലുപ്പം വേണം. അത് പിന്നെ അദ്ദേഹത്തിന് ഇല്ലാതെ പോയി എന്നുള്ളതിന്റെ പേരിൽ പിന്നെ സാറിന്റെ കോൺട്രിബ്യൂഷൻസ് അതിലില്ലാതാവും. സർക്കാർ ഓർത്തില്ലെങ്കിലും തലമുറകൾ ഓർക്കുന്ന പേരാണ് ഉമ്മൻചാണ്ടി, ജനങ്ങൾ ഓർക്കുന്ന പേരാണ് ഉമ്മൻചാണ്ടി. അത് അടുത്ത തലമുറകളിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കപ്പെടുന്ന പേരായി ഉമ്മൻചാണ്ടി സാർ മാറും. പിന്നെ അദ്ദേഹത്തിന്റെ സ്മാരകം എന്നുള്ളത് പിന്നെ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും അതൊരു അനിവാര്യതയാണ്. അത് ഏതെങ്കിലും നാട്ടിലെ സാധാരണക്കാർക്ക്, പാവങ്ങൾക്ക് ഏറ്റവും ആശ്വാസകരമായ രീതിയിലുള്ള എന്തെങ്കിലും ഒന്നാവും വേണം. അതേ നിത്യസ്മാരകം കേരളത്തിലെ ജനങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ നിർമ്മിച്ചിട്ടുണ്ട്. അത് അവരുടെ അടുത്ത തലമുറകൾക്ക് അവർ പകർന്നു കൊടുക്കുകയും ചെയ്യും.
ആ ഒരു ബന്ധത്തിന്റെ കഥ തുടരുക തന്നെ ചെയ്യും. അതെത്ര അവഗണിച്ചാലും മാഞ്ഞു പോകുന്ന ഒരു പേരായിട്ട് ഉമ്മൻചാണ്ടി എന്ന പേര് മാറില്ല. വ്യക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഇന്ന് ഇവിടെ എത്തുന്ന എല്ലാവരും ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ അവരുടെ വലിയ വേദന, വലിയ വിഷമം പങ്കുവയ്ക്കുന്നു. എനിക്ക് തോന്നുന്നു താങ്കളാണ് ആ മരണാനന്തര ചടങ്ങിൽ താങ്കൾ വിങ്ങിപ്പൊട്ടി കരയുന്ന ആ ഒരു ദൃശ്യം ഇന്നും പലരുടെയും മനസ്സിലുണ്ട്. അത്രയ്ക്കും താങ്കൾ ഉമ്മൻചാണ്ടിയെ സ്നേഹിച്ചിരുന്നെന്ന് എല്ലാവർക്കും അറിയാം. അത് എങ്ങനെ ഉമ്മൻചാണ്ടിയുടെ ഒരു വ്യക്തിബന്ധം, പ്രത്യേകിച്ച് ഈ ഒരു വർഷം അദ്ദേഹം ഇല്ലാത്തതിനെ താങ്കൾ എങ്ങനെ ഓർക്കുന്നു? ഞങ്ങളുടെ തലമുറയിൽപ്പെട്ടവരുടെയൊക്കെ എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും ഒന്നാമത്തെ ഉത്തരവാദിത്തം സാറിനുള്ളതാണല്ലോ. ഇപ്പം ഞാൻ കടന്നു വരുന്ന ഒരു പ്രദേശത്തു നിന്ന് ഒരാൾക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിന്ന് എങ്ങനെ കടന്നു വന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഉമ്മൻചാണ്ടിയാണ്. അപ്പൊ അതൊരു വലിയ മേൽവിലാസമാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും ഞാൻ മത്സരിക്കുന്നത് ഉമ്മൻചാണ്ടി എന്ന വലിയ മേൽവിലാസത്തിലാണ്. അതാണ് ഞങ്ങളുടെയൊക്കെ വ്യക്തിപരമായ നഷ്ടം. ആ മേൽവിലാസം നഷ്ടമാകുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിനപ്പുറം എന്റെ വലിയൊരു കൺസേൺ, ഒരു ചെറുപ്പക്കാരൻ നിലയിലുള്ള ഒരു കൺസേൺ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എന്നെപ്പോലെ ഒരാൾക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവാൻ കഴിയുന്ന തടസ്സങ്ങൾ മാറ്റുന്ന ആൾ ഉമ്മൻചാണ്ടിയാണ്. ആ തലങ്ങൾ വരെ എത്താൻ എന്ന് പറഞ്ഞാൽ അതുപോലെ എത്രയോ ആളുകളെ, ഇപ്പം സാധാരണ പല ആളുകളും നേതാക്കന്മാരാകുന്ന ആളുകളെ ഒന്നുകൂടെ ഒന്ന് നന്നാക്കി ഉയരങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് വളരെ താഴെത്തട്ടുള്ള പ്രവർത്തകനെ കണ്ടെത്തി നേതാവാക്കുന്ന ഒരു പ്രത്യേക സ്കൂളാണ് ശ്രീ ഉമ്മൻചാണ്ടി സാർ. അതാണ് ഈ ഉമ്മൻചാണ്ടിയെ പലരും അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഉമ്മൻചാണ്ടിയെ അനുകരിച്ച് ഉമ്മൻചാണ്ടിയെ പോലെ ആകാൻ സാധിക്കുമോ? അല്ല, ഇപ്പം ഉമ്മൻചാണ്ടി സാറിനെ അനുകരിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറയുന്നത്. നമുക്ക് ഗാന്ധിയാകാൻ കഴിയില്ല, ക്രിസ്ത്യാനിയാകാം, ക്രിസ്തു ആകാൻ കഴിയില്ല എന്ന് പറയുന്ന പോലെ ഉമ്മൻചാണ്ടിക്ക് നമുക്ക് പഠിക്കാം. അത് എല്ലാ പൊതുപ്രവർത്തകരും പഠിക്കേണ്ടുന്ന ഒരു വലിയ പാഠമാണ് ഉമ്മൻചാണ്ടി സാറ്. അത് പഠിക്കട്ടെ, ആളുകൾ പഠിക്കട്ടെ, അത് അനുകരിക്കട്ടെ. കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സാറായി പെരുമാറാതിരുന്നാൽ മതി. ഉമ്മൻചാണ്ടി സാറിന്റെ അനുയായികളായി നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഗാന്ധിയനായാൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. അതൊരു വലിയ സ്കൂളാണെന്ന്. ഈ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിക്ക് പകരം വെക്കാവുന്ന ഒരു നേതാവുണ്ടോ നിങ്ങളുടെ മനസ്സിൽ? അല്ല, ഉമ്മൻചാണ്ടി സാറിന് പകരം വെക്കാൻ ഒരാളില്ലാത്തത് കൊണ്ടാണല്ലോ ഇപ്പോഴും എല്ലാ ആളുകളും, ഒരു മനുഷ്യൻ മരണപ്പെട്ടിട്ട് ഇപ്പോഴും അദ്ദേഹത്തിന്റെ മേൽവിലാസം ഉപയോഗിക്കപ്പെടുന്ന എത്ര നേതാക്കന്മാർ കേരളീയ പൊതുസമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചില നേതാക്കന്മാരുണ്ട് നൂറ്റാണ്ടിൽ ഒരിക്കലൊക്കെ ഉണ്ടാകും. നേതാക്കന്മാർ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകും, അതാത് കാലഘട്ടത്തിൽ നേതാക്കന്മാരുണ്ടാകും. ഉമ്മൻചാണ്ടി സാറിന്റെ പ്രത്യേകത, ഉമ്മൻചാണ്ടി സാർ നൂറ്റാണ്ടിന്റെ നേതാവാണ്. അത് ലെജൻഡറി ലീഡേഴ്സ് എന്നൊക്കെ പറയും. ഇപ്പൊ നമ്മള് ലീഡർ കെ കരുണാകരൻ നമ്മൾ കണ്ടതാണ്. അതൊക്കെ വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് എല്ലായ്പ്പോഴും സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകത ഉണ്ടാവുകയും. അതുകൊണ്ട് ആ നേതാക്കന്മാരെ പോലെ ആകാൻ ശ്രമിക്കുക എന്നുള്ളത് ഞാനടക്കമുള്ള പുതുതലമുറയുടെ ഒരു വലിയ ഉത്തരവാദിത്വവും വെല്ലുവിളിയും ബാധ്യതയും. ഇപ്പോൾ ബെന്നി ബെഹ്നാൻ എം പി, ഷാഫി പറമ്പിൽ എം പി, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവരാണ് ഇപ്പോൾ പ്രതികരിച്ചത്. കാരണം ഇന്ന് രാവിലെ മുതൽ നമ്മൾ കണ്ട കാഴ്ച ഇതാണ്. ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന നിരവധി ആളുകളുടെ, കോൺഗ്രസിനപ്പുറം, കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനപ്പുറം ഇവിടെ സാധാരണക്കാരായ നിരവധി ആളുകളാണ് ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിലേക്ക് രാവിലെ മുതൽ എത്തിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം കഴിഞ്ഞ ഒരു വർഷം നമ്മൾ കണ്ടതാണ് ഈ കബറിടത്തിൽ, അതായത് ഈ പുതുപ്പള്ളി പള്ളിയിലെ സെന്റ് ജോർജിന്റെ നാമധേയത്തിലുള്ള പള്ളിയാണ്. പക്ഷേ അത് പിന്നീട് ഉമ്മൻചാണ്ടി എന്ന വലിയൊരു രാഷ്ട്രീയ നേതാവിന്റെ പേരിൽ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഈ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സ്ഥലത്തേക്ക് അങ്ങനെ വലിയൊരു തീർത്ഥാടന യാത്ര പോലെ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്കൊരാണ്ട് തികയുമ്പോൾ അവിടെ പുതുപ്പള്ളി പള്ളിയിൽ അദ്ദേഹത്തിന്റെ കല്ലറയിലൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ടോം ആണ് കഴിഞ്ഞ വാർത്തയിലും അതോടൊപ്പം തന്നെ വാർത്താരംഭത്തിലും അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങൾ പങ്കുവച്ചത്. അതിനിടയിലാണ് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കളുടെ പ്രതികരണങ്ങൾ കൂടി നമുക്ക് ലഭ്യമായതെങ്കിൽ നേരത്തെ ഉമ്മൻചാണ്ടിയുടെ മകൻ ന്യൂസ് 18നോട് പ്രതികരിച്ചിരുന്നു. അതിൽ സർക്കാരിനെ പരോക്ഷമായി അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടിയെ അവഗണിക്കുന്നതിൽ സർക്കാരിനോട് നന്ദിയുണ്ട് എന്നാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. സർക്കാർ അവഗണിക്കുന്നത് കൊണ്ടാണ് ഉമ്മൻചാണ്ടിയെ ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്തത്. വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ തനിക്ക് വ്യക്തിപരമായി ആഗ്രഹമില്ല എന്നും ചാണ്ടി ഉമ്മൻ ന്യൂസ് 18നോട് പറഞ്ഞു. കേരളത്തിന്റെ പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി വിട പറഞ്ഞിട്ട് ഒരു വർഷം പൂർത്തിയാക്കിയാണ്. വലിയൊരു സ്നേഹം, ആളുകളുടെ സ്നേഹം ഇന്നും ഉമ്മൻചാണ്ടിയെ ആളുകളുടെ സ്നേഹത്തോടെ ഓർക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇപ്പൊ നടന്ന പരിപാടി ഉണ്ടല്ലോ, അത് ഞാൻ പോലും പറയാതെ ഇവിടുത്തെ KSUക്കാര് നടത്തിയ ഒരു പരിപാടിയാണ്. ഇങ്ങനെയുള്ള പരിപാടികൾ സ്വയമായിട്ട് ചെയ്ത് ഇപ്പൊ ആരും വിളിച്ചിട്ട് വന്നവരല്ല, അവര് സ്വയം ഇഷ്ടമനുസരിച്ച് വരുന്നവരാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ ആളുകൾ ഇങ്ങനെ ദിവസവും വന്നു പോയി നിൽക്കുന്നവരാണ്. അപ്പൊ ഇപ്പോഴും മണ്ഡലത്തിന്റെ എല്ലാ വാർഡിലും പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും.
പരിപാടി നടന്നു തീർന്നിട്ടില്ല. ഇനി ഞങ്ങളെ ഒക്കെ ആളുകൾ വരാനുണ്ട്. ഇനി അത്രയും പരിപാടികൾ ഒരു സ്ഥലത്ത് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും സ്നേഹം അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ട് ഒരു ദിവസം എന്തൊക്കെ പരിപാടി ചാരിറ്റി പ്രവർത്തനം ഇന്ന് ചാരിറ്റി ആയിട്ട് 3000 കുട്ടികൾക്ക് 30 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് ബഹുമാനപ്പെട്ട ഗവർണർ ഒരു കുട്ടിക്ക് കൊടുത്തുകൊണ്ട് തുടങ്ങുകയാണ്. കാരണം ഞാൻ ഇന്നൊരു ക്രൗഡ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചില്ല. മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഈ പരിപാടി ഇന്നത്തെ പരിപാടി 24 മാറ്റി. 1000 കുട്ടികൾ ഇന്ന് വരുമായിരുന്നു. പക്ഷെ അത് ഞാൻ മാറ്റി. അതുപോലെ തന്നെയാണ് നമുക്കറിയാം ഞങ്ങളുടെ ഒരു ടർഫ്, ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ടർഫ്, അതിൽ 10 മണിക്കൂർ കുട്ടികൾക്ക് സൗജന്യമായിട്ട് കളിക്കാനുള്ള തീരുമാനം കൊടുത്തിരിക്കുക. ആഴ്ചയിൽ 10 മണിക്കൂർ സ്കൂളിന്റെ പെർമിഷനോടെ വരുന്ന അല്ലെങ്കിൽ ID കാർഡോട് വരുന്ന കുട്ടികൾക്ക് അവർ കളിക്കാൻ സൗകര്യം. അത് മാളികക്കൽ ട്രസ്റ്റുമായി ചേർന്നുകൊണ്ട് പ്രിയപ്പെട്ട ഹരിഹരൻ നായർ എന്ന് പറഞ്ഞ അപ്പയോട് ഏറ്റവും സ്നേഹമുള്ള ഒരു വ്യക്തി 50 സെന്റ് കൊടുത്തുകൊണ്ടാണ് അത് സ്ഥാപിക്കാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആളുകൾ സ്നേഹത്തോടെ നൽകുന്നു. ഞങ്ങളൊരു ക്രിക്കറ്റ് നെറ്റിന്റെ സ്ഥാപനം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നേരിട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഒത്തിരി ആളുകൾക്കുള്ള എന്താ പറയാ ചികിത്സാ സഹായം 1 ലക്ഷം രൂപയോളം വരുന്ന ചികിത്സാ സഹായം ഫാദർ സെബാസ്റ്റ്യൻ കുന്നത്തിന്റെ ട്രസ്റ്റുമായി ചേർന്നുകൊണ്ട് ഞങ്ങൾ നടപ്പാക്കുകയാണ് പുതുപ്പള്ളിക്ക് വേണ്ടി. അപ്പോൾ നിരവധി കാര്യങ്ങൾ ആളുകളുടെ സ്നേഹവും കരുതലും ഒക്കെ ഉള്ളതുകൊണ്ട് നടപ്പാക്കാൻ സാധിക്കുന്നുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ജനസേവനമായിരിക്കണമെന്ന് യഥാർത്ഥത്തിൽ തുറന്നു കാട്ടിത്തന്ന നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. ആ ഒരു സന്ദേശം തന്നെയാണ് താങ്കൾക്ക് ഒരു മാതൃകയായതും ഈ അപ്പയുടെ താങ്കളുടെ പിതാവിന്റെ ഒരു പ്രവർത്തനം തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം തന്ന ഊർജ്ജമാണ് ഇത് മൊത്തം. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും അദ്ദേഹത്തിനോടുള്ള സ്നേഹം കൊണ്ട് വന്നിരിക്കുന്നത്. പല ഭാഗത്തു നിന്നും കഴിഞ്ഞ 4 ദിവസങ്ങളായി പല ഭാഗത്തു നിന്നും വരിക. മെനഞ്ഞാന്ന് ഒരു സർവ്വമത പ്രാർത്ഥന തിരുവനന്തപുരത്ത് നിന്ന ആൾക്കാർ, അങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. അവർ സ്വയം താല്പര്യത്തിനും സ്നേഹത്തിനും വരുന്നതാണ്. അതിനകത്ത് നമ്മൾ വിളിക്കുകയോ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അവർ സ്വയം വരിക. ഈ വരുന്ന ക്രൗഡും എല്ലാം അവരുടെ ഇഷ്ടമനുസരിച്ച് വരുന്നവരാണ്. ഞങ്ങൾ ഒരു 1000 കുട്ടികളെ വിളിച്ചതാണ്. പക്ഷെ അത് ഞാൻ മാറ്റിവെച്ചത് ഈ കാരണമാണ്. അപ്പൊ ഈ സ്വയം സ്നേഹത്തോടു കൂടി അതേതുള്ള താല്പര്യം കൊണ്ട് വരുന്നവരാണ് ഈ കൂടുതൽ. ഈ ഉമ്മൻചാണ്ടിക്ക് അനുസ്മരണമായി ഒരു സ്മാരകം എന്ന രീതിയിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. താങ്കൾക്ക് ആ കാര്യത്തിൽ ഒരു പരിഭവം കുടുംബത്തിനുണ്ട്? ഇല്ല, അങ്ങനെ ഒന്നും ഒരു പരിഭവമില്ല. അദ്ദേഹത്തിന്റെ സ്മാരകം കേരളത്തിന്റെ ജനത്തിന്റെ മനസ്സിലാണ്. പ്രത്യേക സ്മാരണം ഒന്നും വേണമെന്നില്ല. കാരണം ഇവിടെ നിൽക്കുന്ന ഓരോ ആളും അദ്ദേഹത്തിന്റെ സ്മരണ ഉൾക്കൊണ്ടുകൊണ്ട് വന്നിരിക്കുന്നതാണ്. ഇങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാര് വീടുകളിലിരുന്ന് ഈ സ്മരണ ആചരിക്കുന്നുണ്ട്. ആ സ്മരണ ഞങ്ങളെ അറിയിക്കുന്നുണ്ട്. പ്രത്യേകമായ സ്നേഹവും കരുതലും അവരോടെല്ലാം അറിയിക്കുന്നു. ഞാൻ പറഞ്ഞു, ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ വ്യക്തിയെ എത്ര അവഹേളിച്ചാലും അദ്ദേഹം ശക്തനാവത്തേ ഉള്ളൂ. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ വ്യക്തിയെ അദ്ദേഹം എത്ര അവഗണിക്കപ്പെട്ടാലും ശക്തനാവത്തേ ഉള്ളൂ. മരണത്തിലും ജയം നേടിയ ആളാണ് അദ്ദേഹം. ഓർത്തു നോക്കൂ, മരണത്തിലും ജയിച്ച വ്യക്തിയായതുകൊണ്ടാണ് ഈ വർഷം മുഴുവൻ ആളുകൾ ഇവിടെ വന്നതും ഞങ്ങൾക്കുള്ള സ്നേഹം തന്നതും. അതുകൊണ്ട് എത്രത്തോളം അവഗണിക്കുവോ അത്രത്തോളം അദ്ദേഹം കരുത്ത് നേടത്തുള്ളൂ. കെ മുരളീധരൻ പറഞ്ഞു UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വിഴിഞ്ഞം പോർട്ടിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകുമെന്ന്. അങ്ങനെ ഒരു ആഗ്രഹം കുടുംബത്തിനുണ്ടോ? എനിക്കില്ല. അങ്ങനെ പേരില്ലേലും ഉമ്മൻചാണ്ടിയെ ജനങ്ങൾ ഓർക്കും. കാരണം പേരിൽ എഴുതി വെക്കുന്ന പേരിലല്ല കാര്യം, മനസ്സിൽ പേരെഴുതുന്നതിലാണ് കാര്യം. ഉമ്മൻചാണ്ടി സമം വിഴിഞ്ഞമെന്ന് കേരളത്തിലെ ജനം മനസ്സിൽ എഴുതി കഴിഞ്ഞു. ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് അവരുടെ ആഗ്രഹം. എന്റെ ആഗ്രഹം ജനത്തിന്റെ മനസ്സിലുണ്ടത് അതാണ്. അത് മതി. ഞാൻ നേരത്തെ പറഞ്ഞു, ആര് പേര് പറഞ്ഞാലും പേര് പറഞ്ഞില്ലേലും ഇവിടെ നിലയ്ക്കാത്ത ജനപ്രവാഹമാണ് ഈ വർഷം മുഴുവനുള്ളത്. ഇനി അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. കാരണം ജനം സ്വന്തം കുടുംബത്തിലെ ഒരു അംഗമാണ് അദ്ദേഹം. പിതാവാണ്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ സഹോദരനാണ്, വഴികാട്ടിയാണ്, സുഹൃത്താണ്. അങ്ങനെ കരുതുന്നവരാണ് ഈ വന്നിരിക്കുന്ന മൊത്തം. ആരും വിളിച്ചിട്ട് വന്നവരല്ല. പരിഭവം ഉണ്ടോ? സർക്കാർ വേണ്ട രീതിയിൽ അദ്ദേഹത്തെ സ്മരിച്ചില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്മാരകം നിർമ്മിച്ചില്ല എന്നൊരു പരിഭവം? ഒരു പരിഭവം ഉണ്ടോ? അങ്ങനെ എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ സർക്കാരിനോട്. ഈ പേര് പറയാത്തതിലൂടെ വലിയ ഒരു കാര്യമാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇനിയും പേര് പറയരുത്. ഓക്കെ, വ്യക്തമാണ്. എന്തായാലും ചാണ്ടിയുമ്മൻ അദ്ദേഹം ഉള്ളുകൊണ്ട് ഒരു സർക്കാരിനുള്ള നീരസം പ്രകടിപ്പിക്കുന്നതാണ്. നന്ദിയുണ്ട് എന്ന് പറയുന്നത്. കാരണം കേരളത്തിലെ ജനങ്ങൾ ഉമ്മൻചാണ്ടി ഏറ്റെടുത്തിട്ടുണ്ട്. സർക്കാർ ഒരു വശത്ത് അവഗണിച്ചു എന്ന് അദ്ദേഹം പറയാതെ തന്നെ പറയുകയാണ്. അത്തരമൊരു വിമർശനം ഉന്നയിക്കുന്നുണ്ട്. കാരണം വിഴിഞ്ഞം വിഷയത്തിൽ വലിയ രീതിയിൽ ഉമ്മൻചാണ്ടിയുടെ പേര് വിഴിഞ്ഞം പോർട്ടിന് ഇടണമെന്ന ആ ഒരു ആവശ്യം പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി തന്നെ നേരത്തെ ഉന്നയിച്ചിരുന്നു. ആ വിഷയം കുടുംബത്തിന് പോലും പരിഭവമുണ്ട്. നേരത്തെ കെ മുരളീധരൻ പറഞ്ഞതാണ്, UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വിഴിഞ്ഞം പോർട്ടിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകും. അക്കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കൾക്ക് വ്യക്തിപരമായ ആഗ്രഹമില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾക്കറിയാം, വ്യക്തമായി അറിയാം, ഈ വിഴിഞ്ഞം പോർട്ട് അത് ഉമ്മൻചാണ്ടിയുടെ ഒരു ഇടപെടലല്ലാത്തതുകൊണ്ട് അത് ഉമ്മൻചാണ്ടിയെ എന്നും വിഴിഞ്ഞത്തുള്ളവർ ഉൾപ്പെടെ ഉമ്മൻചാണ്ടിയെ ഓർമ്മിക്കും. അക്കാര്യത്തിലുള്ള പരിഭവം അദ്ദേഹം പങ്കുവെക്കുമ്പോൾ പോലും ഒരു പരസ്യമായ വിമർശനത്തിന് ചാണ്ടിയുമ്മൻ
തയ്യാറാകുന്നുമില്ല. ഉമ്മൻചാണ്ടിയുടെ മകന്റെ പ്രതികരണം അതാണ്. മറ്റാരും ഓർമ്മപ്പെടുത്തിയില്ലെങ്കിലും ജനങ്ങൾ ഉമ്മൻചാണ്ടിയെ മറക്കില്ല എന്നുള്ളതാണ്. ഇടവേള.